ഒരു കാലത്ത് ഞാനും ഡൊമിനിക്കിനെ പോലെ യുവ സംവിധായകനായിരുന്നു. ഇപ്പൊ എന്താണ് പൂച്ചക്കരി മൂക്കുത്തി ഇറങ്ങുന്നത് എടുക്കുന്നു. 1984 അല്ലേ? ജനിച്ചിട്ടുണ്ടോ അപ്പൊ? ഇല്ല. അപ്പോ സി വൈ ഐ ലൈക്ക് ലോക ഇസ് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വേറൊരു രീതിയിൽ സിനിമയെ കാണുന്ന ഒരു കൂട്ടം യങ് ഡയറക്ടേഴ്സിലെ ഒരു ഡോമിനേറ്റിംഗ് വൺ ഓഫ് ദ ഡോമിനേറ്റിംഗ് ഡയറക്ടറാണ് ഡൊമിനിക്. സോ അവരുടേതായ കാഴ്ചപ്പാട് എനിക്കൊരിക്കലും കാണാം. ഇപ്പോഴും ഞാൻ എത്രത്തോളം സിനിമയെ പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ രീതിയിൽ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അവർ വളർന്ന ചുറ്റുപാട്, അവർ ആഗ്രഹിക്കുന്ന സിനിമ എല്ലാം വേറെയാണ്. ഡൊമിനിക്, താങ്കളുടെ സിനിമയിലുള്ള ഒരു മലയാളി ഇതുവരെ കാണാത്തൊരു പ്രതിഭാസമാണ് കണ്ടത്, എസ്പെഷ്യലി ത്രൂ കള്ളിയങ്കാട്ട്, നീലി ആൻഡ് നമ്മൾ നേരത്തെയുള്ള കോൺവെർസേഷൻ സംസാരിച്ചു. സോ വെൻ യു റൈറ്റിംഗ് ആ ഒരു സ്ക്രിപ്റ്റിൽ ഇതിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടെങ്കിലും ഓണസ്റ്റ് ആയിട്ടുള്ള എലിമെന്റ് എന്തായിരുന്നു വൈൽ യു ആർ റൈറ്റിംഗ് ദ സ്റ്റോറി വിത്ത് ശാന്തി? അല്ല, ഓണസ്റ്റായിട്ട് ഞാൻ എന്നെ പറ്റിക്കാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള സാധനം. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു എപ്പോഴും. ആദ്യത്തെ സിനിമ ചെയ്തപ്പോഴും അത് തന്നെയായിരുന്നു ആഗ്രഹം, രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോഴും അത് തന്നെ. എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സിനിമ ചെയ്യുക, സ്വയം പറ്റിക്കാതിരിക്കുക. ഓഡിയൻസിന് എന്താ വേണ്ടതെന്ന് നമുക്കറിയില്ല എന്നുള്ളത് ആണ്. ഐ പ്രോപ്പർലി ബിലീവ് ദാറ്റ് നമുക്കറിയില്ല എന്താണ് ഓഡിയൻസിന് വേണ്ടതെന്നുള്ളത്. സോ വാട്ട് വി മേക്ക്, നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നതെല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമാകുക എന്നുള്ളത് മാത്രമായിരുന്നു, അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ബട്ട് ഈ കള്ളിയക്കാട്ട് നീലി എന്നുള്ള ഫാക്ടർ വരുന്നത് വാസ് ആ എഴുത്തിൻ്റെ ആ പ്രോസസ്സിൽ സംഭവിച്ചതാണ്. അത് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. നമ്മളൊരു വെസ്റ്റേൺ സിനിമകളിൽ കാണുന്ന വാമ്പയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇവിടെ നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ള, ഇപ്പോൾ നമുക്കിവിടെ യക്ഷിയുണ്ട്, യക്ഷി ആൻഡ് വാമ്പയറിനെ നമുക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് എങ്ങനെയാണ് പിടിക്കാൻ പറ്റുന്നത് നോക്കി ഒരു പോയിന്റ് എത്തി. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എഴുതുന്ന ഒരു ടൈമിലാണ് വി നീഡ് ടു ഗിവ് ദ ക്യാരക്ടർ നെയിം. ഒരു പേര് ക്യാരക്ടറിന് കൊടുക്കണം. അപ്പോൾ എന്ത് പേര് കൊടുക്കാം എന്ന് നോക്കുമ്പോഴത്തേക്കും അതിപ്പോൾ കള്ളിയങ്കാട്ട് നീലി എന്ന് കൊടുത്താൽ പോരെ, എല്ലാവർക്കും അറിയാവുന്ന പേരാണല്ലോ. അങ്ങനെയാണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഫാക്ടർ സിനിമയിലേക്ക് വരുന്നതും ഈ ഫ്രാഞ്ചൈസിലേക്ക് അപ്പം കുറേ കൂടെ പോസിബിലിറ്റീസ് ഓപ്പൺ ആവുന്നതും. അപ്പോൾ ഐ തിങ്ക് ഓണസ്റ്റ് ആയിട്ടുള്ള സംതിങ് അവനവന് ഇഷ്ടമുള്ളത് എന്നാണ് ഓണസ്റ്റ്. വേറൊന്ന് സർ, നിങ്ങളുടെ രണ്ടുപേരും സിനിമയിൽ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫോർ എക്സാമ്പിൾ മിഥുനം, അതിൽ വേണുചേട്ടൻ ഇങ്ങനെ തുള്ളി അപ്പം എന്താ വെച്ചാൽ എഴുതുമ്പോൾ അത് വളരെ സീനിലൊരു വളരെ സാധാരണ ഒരു സീനായിരിക്കാം. പക്ഷേ ആ സീൻ കാണുമ്പോഴല്ലോ സർ, വേണുചേട്ടൻ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ഇന്നസെൻറ്റിനെ കൂടോത്രം ചെയ്ത് ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയുക ഒരു വാളെടുത്ത് തേങ്ങ ഉടക്കി സ്വാമി ആ സീനില് ലാൽ സാർ ഇറങ്ങി വരുന്നുണ്ട്, ഇത് കണ്ട് മുഖം തിരിച്ചു ഓടുന്നുണ്ട്. ഇതാണ് ചിരിക്കാനുള്ള ഏറ്റവും വലിയ എഫക്റ്റ്. സെയിം ഇവിടെ ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ നസ്ലിൻ ഒറ്റ കിടപ്പ, കംപ്ലീറ്റ് തിയേറ്റർ ചിരിയാണ്. എഴുത്തിൽ ഇത് വളരെ ലൈറ്റായിട്ടൊരു സ്ഥാനമായിരിക്കും, വീഴുന്നു, ഓടുന്നു. ഈ ആക്ടർ വരുമ്പോൾ ഹൗ ഡു യു ബ്രിങ് ദാറ്റ് എലിമെന്റ്? അവരും വളരെ ക്വാളിഫൈഡ് ആക്ടേഴ്സ് ആണെങ്കിൽ കൂടി വേർ ഇസ് ഡയറക്ടേഴ്സ് എൻട്രി ഹിയർ? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സീക്വൻസുകളിൽ റിയാക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നസെൻറ്റിൻ്റെ ഒറ്റ തൂണ് പോലത്തെ ഒരു നിപ്പാണ്, അത് വളരെ ഭയങ്കര എഫക്റ്റീവാണ്. ഓരോ ക്യാരക്ടേഴ്സിനും അതിനോട് റിയാക്ട് ചെയ്യുന്ന ഓരോ ഡിഫറെൻറ്റ് രീതിയിലാണ്. കുറ്റബോധമുള്ളൊരു സ്ത്രീ റിയാക്ട് ചെയ്യുന്നത്, മീനു ചേച്ചി റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ, ഭയമില്ലാത്ത ഒരാൾ റിയാക്ട് ചെയ്യുന്നത്, ഇത് സത്യമെന്ന് വിശ്വസിക്കുന്ന ജഗതി റിയാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിൽ, കള്ളനായ നെടുമുടി വേണു റിയാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിൽ. സോ ഇത് ഇതാണ് ഞാൻ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ദർ ഈസ് സംതിങ് കോൾഡ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് സംതിങ് കോൾഡ് കോറിയോഗ്രാഫി. ഒരു സീൻ നമ്മളെങ്ങനെ കോറിയോഗ്രാഫി ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള സീക്വൻസുകളിൽ. അത് തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് ചാർലി ചാപ്ലിനിലും ലോറൻ ഹാർഡി സിനിമകളിൽ നിന്നാണ്. ഇതിപ്പം ഞാൻ അവരിൽ നിന്ന് പഠിച്ചതുപോലെ ഇന്ന് ഡൊമിനിക് അവെഞ്ചേഴ്സ് എന്നും അങ്ങനെയുള്ള സിനിമകളിൽ നിന്നൊക്കെ ഡൊമിനിക് പഠിച്ചിരിക്കുന്നു. അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ വിശ്വസനീയമാക്കി നമ്മളുടേതായ ഒരു കൾച്ചറിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി എത്ര ചാപ്റ്റർ കൂടെ ഉണ്ട്? അല്ല ഡൊമിനിക്, താങ്കളുടെ വന്ദനത്തിൽ നിന്ന് ഒരു കോൺവെർസേഷൻ എടുത്തിട്ടില്ലേ? വന്ദനത്തിന് കോൺവെർസേഷൻ മാത്രമല്ല, ഈ നസ്ലിനും ചന്തുവും കൂടെ ഉള്ളൊരു അല്ല, അത് മാത്രമല്ല, അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും സാധനങ്ങളെല്ലാം പ്രേം സാറിൻ്റെ സിനിമകളിൽ നിന്നാണ് ഇൻസ്പയർഡ്. ബിക്കോസ് ലാൽ സാറും മുകേഷ് സാറും ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഇൻസ്പിറേഷൻസ് പറഞ്ഞാൽ എപ്പോഴും ഒരു കാഴ്ചയിൽ ഇപ്പം തന്നെ നമ്മളൊരു സിനിമയുടെ എനിക്കൊക്കെ ഭയമാണ്. സത്യന് ഭയമില്ല. എന്താണെന്ന് വെച്ചാൽ സത്യന് എടുക്കുന്നത് അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടുകാരും കൂട്ടുകാരും ആ ചുറ്റുപാടും
ഒക്കെയുള്ള കഥാപാത്രങ്ങളെ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യണം. ഞാൻ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കണം. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ AI വന്ന് ഭയങ്കര ഡോമിനേഷനാണ് സിനിമയിൽ. സോ പീപ്പിൾ ആർ മറ്റേ റൺവേ എന്നൊരു പുതിയ ഇറ്റ്സ് എ വെരി സ്ട്രോങ് സോഫ്റ്റ്വെയർ. അത് ഗ്രോക്സ്, എലോൺ മാസ്ക് വന്ന് ഇവരെല്ലാം വന്ന് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് നടന്മാർ വേണ്ട ഒരു വേണ്ടാവുന്നതാവുന്നത്. ഇപ്പോഴും ഒരുപക്ഷെ ഡേറ്റ കുറവായതുകൊണ്ടായിരിക്കാം കുറേയൊക്കെ നമ്മൾ കൊടുക്കുന്ന കമാൻഡൊക്കെ തെറ്റിച്ച് നമ്മുടെ പ്രൊഫഷനിൽ കിട്ടാത്തത്. പക്ഷെ നാളെ ഈ സിനിമയെ AI ടേക്ക് ഓവർ ചെയ്താൽ പിന്നെ ഒരു ഡയറക്ടറുടെ ജോലി കൺസീവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഐ തിങ്ക് ദാറ്റ് AI വിൽ ഗിവ് ഇറ്റ് യു, അല്ലേ? സോ യു ഷുഡ് ടെൽ, ബിക്കോസ് നിങ്ങളുടെ ജനറേഷനോടാണ് ഞാനിത് ചോദിക്കുന്നത്. അല്ല, ഞാനങ്ങനെ അതൊന്നും ചിന്തിക്കുന്നില്ല. നല്ല നമ്മുടെ പണി പോകില്ല, അതുകൊണ്ട് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലാൽ സാർ, മുകേഷ്, ഇപ്പം സാറ് പറഞ്ഞ ആ സീനിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അങ്ങനത്തെ ഒരു ഭയങ്കരമായ ആക്ടേഴ്സും, അതായത് ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങൾ കിട്ടുന്ന ആക്ടേഴ്സായിരുന്നു പ്രേം സാറിനുള്ളത്. എനിക്ക് അത്ര ഇല്ലെങ്കിലും നസ്ലിൻ അതിൻ്റെ ഒരു സ്മോൾ മിനിയേച്ചറാണ്. സോ ഇപ്പം ആ പെർട്ടിക്കുലർ സീനിൽ ഞങ്ങൾ നസ്ലിനെ കാണിക്കുന്ന പോലും ഇല്ല. പക്ഷേ അതൊരു വിഷ്വൽ ഹ്യൂമറാണ്. ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറിൻ്റെ സിനിമയിൽ ഒരു സീക്വൻസ് ഉണ്ട്. തേന്മാൻ കുമ്പത്തിനകത്ത് ശങ്കരാടി സാർ വന്നിട്ട് പൊന്നമ്മ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ അപ്പക്കളായിട്ട് ഓടിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഇത്.